Watch the game. You won't see Busquets, but watch Busquets and you will see the game. ഇതിലും മനോഹരമായി ഒരു കളിക്കാരനെ ലോകം അടയാളപ്പെടുത്തിയിട്ടുണ്ടാവില്ല. കൈമോശം വരാത്ത സ്ഥിരത, തെറ്റുപറ്റാത്ത കാര്യക്ഷമത. ഹീ ഈസ് ബ്രില്യൻ്റ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ്. സെർജിയോ ബുസ്കറ്റ്സ്. ബാർസലോണ എന്ന കാറ്റലൻ സാമ്രാജ്യം ലാലിഗയിൽ ഭ്രമണം ചെയ്തിരുന്നത് ബുസ്കറ്റ്സ് എന്ന അച്ചുതണ്ടിലേറിയായിരുന്നു. ഏതൊരു ഫുട്ബോൾ ആരാധകനും ബുസ്കറ്റ്സിനെ കാണുന്നത് ഫുട്ബോളിലെ ബുദ്ധിയുടെ മൂർത്തി ഭാവമായാണ്. അത്തരം സാങ്കേതിക മികവും കാലിലൊളിപ്പിച്ച മാന്ത്രികതയും അവകാശപ്പെടാൻ ചിലർക്കേ സാധിക്കൂ. റഡാറിൽ എന്ന പോലെ തൻ്റെ സഹകളിക്കാരൻ്റെ സ്ഥാനം അളന്നുകുറിച്ചെടുത്ത് കൃത്യമായി പന്തെത്തിക്കാൻ കഴിയുന്നവർ വളരെ കുറവാണ്. 2015 ക്സാവി ബാഴ്സയിൽ നിന്ന് ബൂട്ടഴിക്കുമ്പോൾ മിഡ്ഫീൽഡിലുണ്ടായ അഭാവം ഒരു പരിധിവരെ മറച്ചു പിടിക്കുന്നത് ബുസ്കറ്റ്സിൻ്റെ പ്രഭാവമായിരുന്നു. ഒടുവിൽ ബുസ്കറ്റ്സ് പടിയിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവം കൂടുതൽ ശ്രദ്ധേയമാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം തീർത്തും നിസ്വാർത്ഥനായിരുന്നു. വളരെ കാലം ലോകം അയാളെ അംഗീകരിക്കപ്പെടാതെ പോയി. ബാഴ്സലോണയിലും സ്പെയിനിലും വന്നുപോയ എണ്ണമറ്റ പ്രതിഭാശാലികൾക്കിടയിൽ അയാൾ ഞെരുങ്ങിപ്പോയി. അമിത വേഗത്തിൻ്റെയോ ഗോളെണ്ണത്തിൻ്റെയോ കഥ പറയാൻ അയാൾക്ക് താല്പര്യമില്ലായിരുന്നു. ഹീസ് മിനിമലിസ്റ്റ് പ്ലെയർ. ഫുട്ബോളിലെ കലാപരമായ ആവിഷ്കാരമായിരുന്നു അവൻ. അത് അയാളുടെ അന്തർലീനമായ സിംപ്ലിസിറ്റിയിൽ അടങ്ങിയതാണ്. There is no greatness where there is no simplicity. ലിയോ ടോൾസ്റ്റോയ് ഈ വാക്ക് തൻ്റെ മഷിത്തുമ്പിൽ നിന്ന് അടർത്തിയെടുക്കുമ്പോൾ ഒരു നിമിഷം ബുസ്കറ്റ്സിനെ ഓർത്തിരിക്കണം. ഏതാണ്ട് എല്ലാ സമയത്തും അയാൾ അദൃശ്യനായിരുന്നു. എന്നാൽ അയാളുടെ ചെയ്തികൾ മെസ്സിയുടെയും ഇനിയസ്റ്റയുടെയും പോലെ തന്നെ പ്രകടവുമായിരുന്നു. മനോഹരമായി നെട്ടും ബോൾട്ടും ചെയ്ത ഒരു മെഷീന് സമമാണ് ബുസ്കറ്റ്സ്. പെപ്പിൻ്റെ റെക്കോർഡ് ബ്രേക്കിംഗ് ബാഴ്സയുടെയും വിൻസെൻ്റ് ഡെൽ ബോസ്കെയുടെ ഡോമിനൻ്റ് സ്പെയിനിൻ്റെയും യന്ത്രമായിരുന്നു അയാൾ. സ്പാനിഷ് കോച്ച് പറഞ്ഞ പോലെ, നിങ്ങൾ കളി കാണുമ്പോൾ ചിലപ്പോൾ ബുസ്കറ്റ്സിനെ കണ്ടെന്ന് വരില്ല. എന്നാൽ നിങ്ങൾ ബുസ്കറ്റ്സിനെ മാത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് മുഴുവൻ കളിയും കാണാം. കാറ്റലോണിയയിലെ സബദ്ദലിലാണ് ബുസ്കറ്റ്സിൻ്റെ ജനനം. ഡൽവാലസിൻ്റെ തെരുവുകളിൽ അവൻ പന്ത് തട്ടി തുടങ്ങി. അവിടെ വെച്ചാണ് സമാനതകളില്ലാത്ത മത്സരശേഷി അവനിൽ വളരുന്നത്. 2005 പ്രാദേശിക ടീമായ ബേഡിയ, CF ബർബേദ, ആൻഡലൂസിയ, UF ലൈഡ എന്നീ ടീമുകളിലൂടെ കരിയർ തുടക്കം വെച്ചു. അവിടെ നിന്നാണ് ബാഴ്സ ബുസ്കറ്റ്സിനെ സ്കൗട്ട് ചെയ്യുന്നത്. 2 വർഷത്തിനു ശേഷം ബാഴ്സ ബി ടീമിൻ്റെ സ്ഥിരം സാന്നിധ്യമായി മാറി. അടുത്ത വർഷം അദ്ദേഹം ഫസ്റ്റ് ടീമിലും ഇടം നേടി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. 2008-09 സീസൺ 1500 കാണികളെ മാത്രം ഉൾക്കൊള്ളുന്ന സാന്താ യുറാലിയയിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ കളിച്ചു തുടങ്ങിയ ബുസ്കറ്റ്സ് സീസൺ അവസാനിപ്പിക്കുന്നത് ചാമ്പ്യൻസ് ലീഗും നേടി റോമിലെ എസ്റ്റാഡിയ ഒളിമ്പിക്കോയിലായിരുന്നു. 3rd ഡിവിഷനിൽ നിന്ന് 9 മാസം കൊണ്ട് യൂറോപ്യൻ ഫുട്ബോളിൻ്റെ നെറുകയിലെത്തുക എന്നത് ഒരു 20 വയസ്സുകാരനെ സംബന്ധിച്ച് അവിശ്വസനീയമായിരുന്നു. 20-ാം വയസ്സിൽ റേസിംഗ് സ്റ്റാൻഡറിനെതിരെയുള്ള അരങ്ങേറ്റം അത്ര മധുരിക്കുന്ന ഒന്നായിരുന്നില്ല. ആദ്യ 2 മത്സരങ്ങളിൽ നിന്ന് ബാഴ്സ 1 പോയിന്റ് മാത്രമാണ് നേടിയത്. റൈക്കാർഡിന് ശേഷം സമ്മർ ട്രാൻസ്ഫറിൽ ടീമിലെത്തിയ പെപ്പിനു മുകളിൽ സമ്മർദ്ദത്തിന്റെ കാർമേഘം ഉരുണ്ടുകൂടി. ഒരു യുവ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ ടീമിൽ പരീക്ഷിക്കുന്നത് പൂർണ്ണമായും സ്വാഗതം ചെയ്യപ്പെട്ടില്ല. പലപ്പോഴും ബി ടീമിലേക്കും എ ടീമിലേക്കും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരുപാട് തവണ കൈമാറ്റം ചെയ്യപ്പെട്ടു. ബാഴ്സ ഒരു തകർച്ചയോടെ തുടങ്ങിയെങ്കിലും അവസാനം ജേതാക്കളായി. ബുസ്കറ്റ്സ് ടീമിനോട് അതിവേഗം പൊരുത്തപ്പെട്ടു. തൻ്റെ ടീമിലെ പരിചയസമ്പന്നരായ കളിക്കാർക്ക് താൻ ഭാരമാവുന്നില്ലെന്ന് ഉറപ്പാക്കി ബാഴ്സയിലെയും സ്പെയിനിലെയും തൻ്റെ കാലം അവിസ്മരണീയമാക്കി. കന്നി ചാമ്പ്യൻസ് ലീഗ് വിജയത്തിന് 1 വർഷത്തിനു ശേഷം സ്പെയിനിനൊപ്പം ലോകകപ്പും നേടി. ഇത് വിൻസെൻ്റ് ഡെൽ ബോസ്കിയെ ആകൃഷ്ടനാക്കി. സ്വിറ്റ്സർലാൻഡിനെതിരെയുള്ള ആദ്യ പരാജയം ടീമിലെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും
കോച്ചിന് ബുസ്കറ്റ്സിനെ മറ്റെന്തിനേക്കാളും വിശ്വാസമായിരുന്നു. ഡെൽബോസ്കി ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ഏതെങ്കിലും ഒരു കളിക്കാരൻ ആകാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ സെർജിയോ ബുസ്കറ്റ്സ് ആകാൻ ആഗ്രഹിക്കുന്നു. ബുസ്കറ്റ്സ് ടീമിലുള്ളപ്പോൾ ഞങ്ങൾ കളിക്കുന്നത് മികച്ച ഫുട്ബോളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിജയിച്ച 3 ചാമ്പ്യൻസ് ലീഗുകളുടെയും 1 ലോകകപ്പിൻ്റെയും യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെയും എണ്ണമറ്റ എൽ ക്ലാസിക്കോകളുടെയും മുന്നിൽ നിൽക്കുമ്പോഴും അയാൾ തീർത്തും നിസ്വാർത്ഥനായി കാണപ്പെട്ടു. പെപ്പ് പറഞ്ഞ പോലെ അവനെപ്പോഴും തന്നേക്കാളേറെ ടീമിനെ സ്നേഹിക്കുന്നു. ടീമിൻ്റെ ആവശ്യങ്ങൾ അതിവേഗം മനസ്സിലാക്കി വിവേകം കൊണ്ട് പൊരുതുന്നു. ക്രൈഫിൻ്റെ അഭിപ്രായത്തിൽ അവൻ ഏതൊരു കോച്ചിനും നൽകാൻ പറ്റിയ അപൂർവ സമ്മാനമായിരുന്നു. തൻ്റെ 30ാം ജന്മദിനത്തിന് മുമ്പ് 6 ലാലിഗ കിരീടങ്ങളും 5 കോപ്പ ഡെൽ റേയും 3 ചാമ്പ്യൻസ് ലീഗ് ട്രോഫികളും ബുസ്കറ്റ്സ് കൈക്കലാക്കി. ബാഴ്സയിലെ ഒരു മുതിർന്ന അംഗമെന്ന നിലയിൽ ജൂനിയർ സഹതാരങ്ങൾക്ക് അയാളൊരു മാതൃകയാണ്. എന്തുകൊണ്ടും ബുസ്കറ്റ്സിനെ കുറിച്ച് പറയാൻ യോഗ്യൻ ക്സാവി തന്നെയായിരുന്നു. സഹകളിക്കാരൻ എന്ന നിലക്കും പരിശീലകൻ എന്ന നിലക്കും. ക്സാവി ഒരഭിമുഖത്തിൽ ബുസ്കറ്റ്സിനെ കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ദൂരെ നിന്ന് വീക്ഷിക്കുന്നവർക്ക് ബുസി അഭിനന്ദനങ്ങൾക്ക് അർഹനായിരിക്കില്ല, പക്ഷേ അവനോടൊപ്പം കളിക്കുന്നവർക്ക് അവൻ അതുല്യനാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നെ മികച്ച കളിക്കാരനാക്കുന്നതിൽ ബുസ്കറ്റ്സ് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. പരിശീലകൻ മത്സരത്തിന് മുമ്പ് ടീം പ്രഖ്യാപിക്കുമ്പോൾ ബുസ്കറ്റ്സ് 11-ലുണ്ടോ എന്ന് ഞാൻ ആദ്യം നോക്കും. അത് എനിക്ക് കോൺഫിഡൻസ് നൽകും.